ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ലൈറ്റ്സ്. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൈൻഡ്സ് ഓഫ് നൗൺ ആയിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് പറയാൻ പോകുന്നത്. റൂൾസ് ഓഫ് നൗൺ ആണ്. ഇന്ന് മൂന്ന് റൂളാണ് ആകെ പറയുന്നത്. ഒന്നാമത്തെ റൂൾ എല്ലാവരും കേൾക്കുക, മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ മെറ്റീരിയൽ നൗണിന് മുമ്പിൽ ഒരിക്കലും ആർട്ടിക്കിൾസ് കൊണ്ട് ചേർക്കത്തില്ല. ലൈക്ക് ദി ലെതർ ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ഷൂസ്. ഇപ്പോൾ ദി എന്നുള്ള ആർട്ടിക്കിൾ, ഇപ്പോൾ ആർട്ടിക്കിളിന് ഫോർ എക്സാമ്പിൾ ദി ആൻഡ് എ ഇതൊക്കെ ആർട്ടിക്കിൾസ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യില്ല, മെറ്റീരിയൽ നൗണിന് മുമ്പായിട്ട് ചേർക്കത്തില്ല. രണ്ടാമത്തെ റൂള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ നൗണും അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് നൗണും നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യില്ല. ജനറലി ഇവ രണ്ടും അൺകൗണ്ടബിൾ ആണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റൻസ് പറയാം, ഐ നീഡ് വാട്ടേഴ്സ് ഫോർ മൈ പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല. ഐ നീഡ് വാട്ടർ ഫോർ മൈ പ്ലാൻ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ കേസിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ നൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ചില ആളുകളുടെ പേരിനെയൊക്കെയാണ് ലൈക്ക് മൃദുൽ, മീനാക്ഷി, ഇങ്ങനെയുള്ള പേരുകളിലേക്ക് നമുക്ക് എന്ത് പറയാം, പ്രോപ്പർ നൗൺ എന്ന് പറയാം. സോ പ്രോപ്പർ നൗൺ ആർ കൺസിഡർ ആസ് കോമൺ നൗൺ ഇൻ സം കേസസ്. ചില കേസുകളിൽ അങ്ങനെ പറയാറുണ്ട്. സമുദ്രഗുപ്ത ഇസ് ദി നെപ്പോളിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ സമുദ്രഗുപ്തനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ ആയിട്ട്. അപ്പോൾ നെപ്പോളിയൻ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പ്രോപ്പർ നൗൺ ആണ്. പക്ഷെ ഇവിടെ അതെന്തായിട്ടാണ് മാറിയിരിക്കുന്നത്, ഒരു കോമൺ നൗൺ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. സോ ഇതാണ് ഇന്നത്തെ 3 റൂള്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ, സീ യു.